ഫിഫ ദി ബെസ്റ്റിൽ നിങ്ങൾ വോട്ട് ചെയ്തോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വോട്ട് ചെയ്തു പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട് വോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ റീൽ അവർക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കമന്റിൽ മെൻഷൻ ചെയ്യുക, എന്നിട്ട് പറയുക ഡേ സമയം കളയാതെ വേഗം വോട്ട് ചെയ്യടേ. അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക. ഇവിടെ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഈ ബാലൻറ്റ്യൂർ പോലെയല്ല, സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കല്ല. പലപ്പോഴും പലരും പറയണം നമുക്ക് വോട്ട് ചെയ്യാൻ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ ഫുട്ബോൾ ഫാൻസിനും ഫിഫ ദി ബെസ്റ്റ് 2025 വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. സോ ഇത് ചെയ്യാൻ നിങ്ങൾ ഫിഫയുടെ വെബ്സൈറ്റിലേക്ക് പോവുക. വെബ്സൈറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് കിട്ടും. ഇനി അല്ല എങ്ങനെ സെർച്ച് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദി ബെസ്റ്റ് ഫിഫ ഫുട്ബോൾ അവാർഡ്സ് 2025 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വരാൻ പോകുന്ന ഫിഫയുടെ റിലേറ്റഡ് ആയിട്ടുള്ള പേജ് തന്നെ ആയിരിക്കും. അതിനകത്ത് കയറുക, ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 3 വോട്ട് ചെയ്യാം. 3 വോട്ട് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ളത് അത് നിങ്ങൾക്ക് കയറി കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഓരോ പ്ലേയേഴ്സിൻ്റെ താഴെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതായത് 3 വോട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീസണിൽ 2025 അവാർഡ് കിട്ടണമെന്ന് തോന്നിയ 3 പ്ലേയേഴ്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് 3 പേർക്കും ഫസ്റ്റ് ഇന്ന ആൾക്കാണ്, സെക്കൻഡ് ഇന്ന ആൾക്കാണ്, തേർഡ് ഇന്ന ആൾക്കാണെന്ന് പറഞ്ഞ് അങ്ങ് വോട്ട് ചെയ്യാം. സമയം കളയരുത്. ഈ മാസം 28-ാം തീയതി, നവംബർ 28-ാം തീയതി വരെ നമുക്ക് വോട്ട് ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ അതുവരേക്കും വെയിറ്റ് ചെയ്യാൻ നിൽക്കാതെ വേഗം പോയി വോട്ട് ചെയ്യൂ. ആൻഡ് വൺ മോർ തിങ്, ഈ ബാലൻറ്റ്യൂർ വന്ന സമയത്ത് യമാൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് റഫീനിയയ്ക്ക് വേണ്ടി ആ സമയത്ത് മാത്രം ഉണ്ടായിരുന്ന കുറേ ഫുട്ബോൾ ഫാൻസ് ഉണ്ടായിരുന്നു. അവർക്കും കൂടി ഈ വീഡിയോ അയച്ചു കൊടുക്കണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റഫീനയ്ക്ക് ശരിക്കും ഡിസേർവിംഗ് ആണെന്ന് തോന്നുന്നുണ്ടായിരുന്നെങ്കിൽ ഇതൊരു ക്യാമ്പയിൻ ആയിട്ട് തന്നെ കൂട്ടിക്കോ. റഫീനയ്ക്ക് നിങ്ങളുടെ ആ 3 എണ്ണത്തിൽ ഒരെണ്ണം റഫീനയ്ക്ക് കൊടുക്കണം എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. പുള്ളിക്ക് ഡിസേർവിംഗ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരുന്നെങ്കിൽ മാത്രം. അപ്പോൾ ചിൽ കുപ്പിച്ചിൽ ആൻഡ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. വേഗം പോയി വോട്ട് കറോ.